Now I find tremendous pleasure and honor in welcoming our chief guest, Advocate K.P. Jayachandran, Additional Advocate General and an eminent lawyer who has been practicing for the past 36 years. Sir is the State Committee President of the Indian Association of Lawyers and a former chairman of the State Bar Council and is currently a member of the Bar Council. Also, a legal advisor to the numerous establishments and financial institutions. He was the advocate of the Thiruvananthapuram Municipal Corporation. We're grateful to him for accepting our invitation and becoming a chief guest of today's event. Sir, now I formally invite you to address the session. Sir, please. പ്രിയപ്പെട്ട ശ്രീ കൃഷ്ണകുമാർ, ഈ കൃഷ്ണകുമാർ നമ്മുടെ നിയമ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രഗത്ഭനായ ഒരാളും അതിനുശേഷം ഇപ്പോൾ സർക്കാരൊന്ന് പരീക്ഷിക്കാൻ അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിരിക്കുക. ശ്രീ നാണു വിശ്വനാഥ്, ഞാൻ ഈ സദസ്സിൽ എനിക്ക് പരിചയമുള്ള നിരവധി മുഖങ്ങൾ കാണുന്നുണ്ട്. അനിലുണ്ട്, അജിതയുണ്ട്, പലരെയും കാണുന്നു. കൃഷ്ണകുമാർ, നീ യോഗത്തിൽ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പം നിങ്ങളാരും വിശ്വസിക്കില്ല, രാവിലെ 9:30 മണിക്ക് വിളിച്ചാണ് 11 മണിക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണകുമാറിൻ്റെ സ്നേഹമസൃണമായ ഒരു ക്ഷണം നിരസിക്കാൻ വയ്യാത്തത് കൊണ്ട് കിട്ടിയ ആ ഒരു അരമണിക്കൂർ കൊണ്ട് ഞാനൊരു പ്രസംഗമൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വന്നതാണ്. അപ്പോഴാണ് പറഞ്ഞത് മലയാളം മതി, ഇവിടെ മോസ്റ്റ് ഓഫ് ദ ഡെലിഗേറ്റ്സ് ആർ മലയാളീസ് എന്ന് പറഞ്ഞു. ഞാനിതിനകത്ത് വന്ന് കയറുന്നത് ഏകദേശം ഒരു 44 വർഷങ്ങൾക്ക് ശേഷമാണ്. ഈ ഹാളിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഞാൻ നമ്മുടെ ദക്ഷിണ സരസ്വതിയെ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഈ ഹാളിൻ്റെ ഏറ്റവും മുകളിൽ നിന്നും പോലീസ് എന്നെ എടുത്ത് തറയിലിട്ടതാണ്. എൻ്റെ ഈ കൈ ഒടിഞ്ഞു. എന്നെയും ബിനോയ് വിശ്വത്തെയും, അതെ, പിന്നെ മരണപ്പെട്ടു പോയ അജയനുണ്ട്, അജയൻ, ജീവിച്ചിരിക്കുന്ന സുരേഷ് കുറുപ്പുണ്ട്. പക്ഷെ എടുത്ത് തറയിലിട്ടത് ഞാനും ബിനോയ് വിശ്വവും കൈ കുരുത്ത് കിടന്നത് കൊണ്ട് ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോയി തറയിലിടുക. അത് നമ്മുടെ സുനിൽ എന്ന് പറയുന്ന ഒരു വ്യവസായിയുണ്ട് ഇപ്പോൾ, സുനിൽ കുമാർ, ചൈന സുനിൽ എന്നറിയപ്പെടും. അപ്പോൾ സുനിലിനെ ഈ ഹോളിനകത്തിട്ട് ഇപ്പം മോക്ക് അസംബ്ലിയാണ്. ബിനോയ് വിശ്വം വൈസ് ചാൻസലറായി ഇവിടെ ഇരിക്കുന്നു. ഞങ്ങളൊക്കെ സിൻഡിക്കേറ്റ് സെനറ്റ് മെമ്പർമാരായി ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ മോക്ക് അസംബ്ലി വയലൻ്റ് ആയതുകൊണ്ട് ഈ ചൈന സുനിലിനെ വളഞ്ഞിട്ട് പോലീസുകാർ മർദ്ദിക്കുന്ന കണ്ട് ഇനി അടിക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ ചെന്നതാണ്. അപ്പോൾ ഞങ്ങളെ രണ്ടിനെ എടുത്തിട്ടു. എൻ്റെ വലത്തെ കൈ ഒടിഞ്ഞു. കൈ കുരുത്ത് കിടന്ന ബിനോയ് വിശ്വത്തിൻ്റെ ഇടത്തെ കൈ ഇടത്തെ കാല് ഒടിഞ്ഞു. അത് 1981 മാർക്ക് തട്ടിപ്പ് സമരമാണ്. ഞാനന്നൊരു വിദ്യാർത്ഥി സംഘടനാ നേതാവാണ്. ബിനോയ് വിശ്വ ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരായിരിക്കുമ്പോൾ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് കയറിയപ്പോഴേ, അതിനുശേഷം ഇന്നാണ് ഞാൻ ഇതിനകത്ത് കയറുന്നത്. ഞാൻ സെനറ്റ് മെമ്പറായിരുന്നു. പക്ഷെ ഞങ്ങൾ അന്ന് സെനറ്റൊക്കെ കൂടിക്കൊണ്ടിരുന്നത് ഇത് സെനറ്റ് ഹോളാണെങ്കിലും താഴത്തെ ആ വലിയ ഹോളിലാണ് സെനറ്റ് കൂടിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് വരാൻ തോന്നിയിട്ടില്ല. അപ്പോൾ ഇന്നാണിത് കാണുന്നത്. അങ്ങനെ ഒരു ചരിത്രം കൂടി ഈ ഹോളിനുണ്ട് എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരുന്ന പല ആളുകളും ഇന്ന് കോളേജ് അധ്യാപകരും നിയമ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ നിയമ അഭിഭാഷകരും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഈ കോൺഫറൻസ് ഇതെനിക്കൊരു ഒരു 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 എക്സ്പീരിയൻസ് ആണ്. കാരണം 2024 ഓഗസ്റ്റ് മാസം 29, 30, 31 തീയതികളിൽ ജപ്പാനിൽ ടോക്കിയോയിൽ ഒരു ഇൻ്റർനാഷണൽ ലോയേഴ്സ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. ഞാൻ ഇന്ത്യയിലെ ഒരു അഭിഭാഷക സംഘടനയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും കേരളത്തിലെ അതിൻ്റെ പ്രസിഡൻറ്റുമാണ്. ആ ഇൻ്റർനാഷണൽ ലോയേഴ്സ് കോൺഫറൻസിൽ പോകാനുള്ള ഒരു പരിചയം, അതിൽ പങ്കെടുത്തൊന്ന് സംസാരിക്കാനുള്ള ഒരു പരിചയം ഉണ്ടാക്കി തരുന്ന ഇപ്പോൾ കൃഷ്ണകുമാറിന് ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തും. ഇതുപോലെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ്, ഒരു നാഷണൽ കോൺഫറൻസ് പോലെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസാണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അഭിഭാഷകർ പങ്കെടുക്കുന്ന ഒരു
ഇൻ്റർനാഷണൽ ഡെമോക്രാറ്റിക് ലോയേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന എൻ്റെ സംഘടനയുടെ അതും കൂടി പങ്കാളിത്തമുള്ള ഒരു കോൺഫറൻസാണ്. അപ്പോൾ ആ കോൺഫറൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ വന്നു തുടങ്ങിയേ ഉള്ളൂ. കുറേയധികം വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ടതും ഇവിടെയും ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ നിയമ രംഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിയമ വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ജുഡീഷ്യൽ സംവിധാനം എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ആ പ്രതിസന്ധിയുടെ ഒരു തുടക്കം കുറിക്കുകയാണ് ഈ ജൂലൈ മാസം 1-ാം തീയതി. നമ്മൾ ഈ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നമ്മളൊക്കെ ഈ ക്രിമിനൽ നടപടിക്രമങ്ങളിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഇന്ത്യൻ ശിക്ഷാ നിയമവും ക്രിമിനൽ നടപടിക്രമവും ഇന്ത്യൻ തെളിവ് നിയമവും ഒക്കെയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ജൂലൈ മാസം 1-ാം തീയതി മുതൽ ഈ 3 പേര് മാറുക എന്താണെന്ന് പറയാൻ എനിക്ക് ഇപ്പോഴും കഴിയുന്നില്ല. കൃഷ്ണകുമാറിന് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന അധ്യാപകരായ ദക്ഷിണ സരസ്വതിക്കോ അനിലിനോ അജിതിക്കോ ഒക്കെ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതൊന്ന് പഠിച്ചു വരണമല്ലോ. ഈ ഇന്ത്യയിലെ ന്യായാധിപന്മാർ പോലും ഈ നിയമത്തിൻ്റെ പേര് പഠിക്കുകയും അതിനകത്ത് ഏതെല്ലാം ഭേദഗതികൾ വന്നിട്ടുണ്ട്, അതൊക്കെ എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ള കാര്യമൊക്കെ ഇനിയിപ്പം നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ജൂലൈ 1-ന് അത് പ്രാവർത്തികമാകും. ജൂലൈ മാസം 1-ാം തീയതി ഇന്ത്യയിലെ വിവിധ അഭിഭാഷക സംഘടനകളും ഇന്ത്യൻ ബാർ കൗൺസിലും ഉൾപ്പെടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും അതിനെതിരെ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഈ നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ പേര് കൊടുത്തിട്ടുള്ള പുസ്തകങ്ങളെല്ലാം ഇതെല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാറ്റിവെക്കുമോ എന്നറിയില്ല. 1-ാം തീയതി പ്രാബല്യത്തിലാകും എന്ന് പറഞ്ഞു. സത്യത്തിൽ അതാണ് ഇന്ത്യയിലെ ജുഡീഷ്യറി ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഞങ്ങളൊക്കെ ദൈനംദിനം കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. ഈ ദൈനംദിനം കോടതിയിൽ പോകുമ്പോൾ ഞാനിപ്പം അഡ്വക്കേറ്റ് ജനറൽ ആയതുകൊണ്ട് ഈ ക്രിമിനൽ നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമമോ ഇന്ത്യൻ തെളിവ് നിയമമോ ഒന്നും ഇപ്പം ഞാൻ കോടതിയിൽ പോയി പറയേണ്ട കാര്യമില്ല. എനിക്ക് സിവിൽ ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പറയേണ്ടതുള്ളൂ. എന്നാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ പോകണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ, അത് അല്ലെങ്കിൽ സർക്കാരിന് താല്പര്യമുള്ള കേസിൽ ഞാൻ തന്നെ പോകണമെന്ന് തീരുമാനിച്ചാൽ അവിടെ പോയി പറയുമ്പോഴാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആകെ ഭയമാണ് പോകാൻ. കാരണം പിന്നെ ഒരു ഗുണമുണ്ട്, താഴെ എന്ന് പറയുന്നത് നമുക്ക് മുകളിലിരിക്കുന്ന ആളിന് ഒരുപോലെ അറിയുള്ളൂ ഇപ്പോൾ ഈ പുതിയത് വരുമ്പോൾ. പക്ഷെ ഇതെല്ലാം എല്ലാവരും പഠിച്ചു വരണം. അങ്ങനെ ഒരു വലിയ വെല്ലുവിളിയാണ് ഇപ്പം നേരിടുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെയുള്ള അഭിഭാഷകർക്കും ഈ നിയമ അധ്യാപകർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ കോർട്ട് ഫീ എല്ലാം വർദ്ധിപ്പിച്ചു. ആർക്കും കോടതിയിൽ കേസ് കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, ആർക്കും കോടതിയിൽ പോയി അഭിഭാഷകർക്ക് കേസ് നടത്താൻ കഴിയാത്ത സാഹചര്യം, ഒരു വലിയ തുക ഇപ്പം കുടുംബ കോടതികളിലെ കേസുകൾക്കാണെങ്കിലും ഈ 138 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് ചെക്ക് കേസുകൾ ഫയൽ ചെയ്യാനാണെങ്കിലും വലിയ തുകകൾ ഇപ്പം കോർട്ട് ഫീ ആയി അടയ്ക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് ഈ സംസ്ഥാന ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്. കഴിഞ്ഞ ബഡ്ജറ്റിന് ശേഷം ആ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പറയുന്ന കാര്യങ്ങളാണ്. അതിപ്പം നിർദ്ദേശങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ആ കമ്മിറ്റി, ജസ്റ്റിസ് VK മോഹൻകുമാർ കമ്മിറ്റി അതിൻ്റെ നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ഞാൻ ഉൾപ്പെടെയുള്ള പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾ ഉൾപ്പെടെ നിരവധി സംഘടനകൾ അതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ പ്രാവർത്തികമാക്കരുത് എന്നുള്ള അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. പരിഗണിക്കാം എന്ന് സർക്കാർ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലും ഈ നിയമ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്, നിയമരംഗവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്, ജുഡീഷ്യൽ സംവിധാനവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവരവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന ഒരവസരമാണ് നമ്മൾ ഈ കോൺഫറൻസ് നടത്തുന്നത്. ഈ കോൺഫറൻസിൽ ഒരുപാട് ചർച്ചകൾ നടക്കുമായിരിക്കാം. വിഷയങ്ങൾ നിരവധിയുണ്ട്. ആ വിഷയങ്ങളെ പറ്റിയല്ല, അതെല്ലാം ഗ്ലോബൽ കോൺഫറൻസ് ആണ് അല്ലേ. അപ്പോൾ ഒരു ഗ്ലോബൽ കോൺഫറൻസ് ആയതുകൊണ്ട് തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ പങ്കെടുത്ത് നിരവധി ചർച്ചകൾ നടത്തും. നല്ല ഫ്രൂട്ട്ഫുള്ളായ നിർദ്ദേശങ്ങൾ പല കാര്യങ്ങളും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുക. ഞാൻ മറ്റൊരു കാര്യങ്ങളിലേക്കും കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ
ഈ മറ്റ് വിഷയങ്ങളൊക്കെ പഠിച്ച് പറയാൻ ഞാനിവിടെ പറയുമ്പം സത്യത്തിൽ നിങ്ങളുടെയൊക്കെ മുന്നേ ഞാൻ അവതരിപ്പിക്കുന്ന ഞാൻ നിങ്ങളെക്കാളൊക്കെ വളരെ അജ്ഞനാണ് ഇക്കാര്യത്തിലൊക്കെ. നിങ്ങൾ നിയമം എന്താണെന്ന് അരച്ച് കലക്കി കുടിച്ച് പഠിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ പല ആളുകളും ഇവിടെ ഇരിക്കുന്ന അധ്യാപകർ നിരവധി ആളുകൾ ഇരിപ്പുണ്ട്. അവരൊക്കെ അഭിഭാഷക വൃത്തിയിൽ നിന്നും മാറി അഭിഭാഷകരാക്കാനുള്ള ആളുകളെ പഠിപ്പിക്കാൻ തയ്യാറായി വന്നിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ അതൊക്കെ തെറ്റായിരിക്കും. എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഞാൻ ഈ നിരവധി യോഗങ്ങളിൽ പറഞ്ഞല്ലോ, ഞാൻ ബാർ കൗൺസിൽ ചെയർമാനായിരുന്നു, ഇപ്പം ബാർ കൗൺസിൽ മെമ്പറാണ്, ഒരു അഭിഭാഷക സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയാണ്. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ഞങ്ങളെല്ലാം അഭിഭാഷകരാണ്. ഏത് കോടതി സെൻറ്ററിലാണോ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ആ കോടതി സെൻറ്ററിൽ തന്നെ പ്രവർത്തിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഞങ്ങളെല്ലാവരും. നമുക്കറിയാം, ജഡ്ജിമാരെ നോക്കണം. ഒരു സ്ഥലത്തൊരു ജഡ്ജിയായി വന്നാൽ ആ ജഡ്ജിക്ക് 3 വർഷം കഴിയുമ്പം സ്ഥലം മാറ്റമാണ്. ഒരു കോടതി ജീവനക്കാരനാണെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അവിടെ വരുമ്പം 3 വർഷം കഴിയുമ്പം സ്ഥലം മാറ്റമാണ്. മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർ, ഡോക്ടർമാരായാലും എഞ്ചിനീയർമാരായാലും സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്കെല്ലാം സ്ഥലം മാറ്റം 3 വർഷം കഴിയുമ്പോൾ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. എന്നാൽ ഒരു സ്ഥലം മാറ്റവും ഇല്ലാത്ത ആളുകൾ നമ്മൾ അഭിഭാഷകരാണ്. കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകർ ഏത് സെൻറ്ററിലാണോ പ്രാക്ടീസ് ചെയ്യുന്നത് ആ സെൻറ്ററിൽ തന്നെയുള്ള അഭിഭാഷകരാണ്. അല്ല, അവർക്ക് സ്ഥലം മാറ്റമില്ല. ഈ ജഡ്ജിമാരായാലും ഡോക്ടർമാരായാലും എഞ്ചിനീയർമാരായാലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവർക്ക് ശമ്പളം കിട്ടും മാസാവസാനം. ഇപ്പോൾ ഒരു കോടതിയിൽ ചെന്ന് പറയട്ടെ, ഒരു വളരെ സജീവമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ, ആ അഭിഭാഷകൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുന്നു, അമ്മ മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അന്നൊരു കോടതിയിൽ കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോടതി ഒരു കാരണവശാൽ ആ കേസ് മാറ്റി കൊടുക്കില്ല. വളരെ നിർബന്ധമാണ് പല ജഡ്ജിമാരും. ഒരു വക്കീലിന് അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ വക്കീലിൻ്റെ അസൗകര്യം തീർച്ചയായും കേസ് മാറ്റാനുള്ള ഒരു കാരണമല്ല എന്നറിയാമെങ്കിലും ഒരു മരണം വീട്ടിൽ നടന്നു എന്ന് പറഞ്ഞാൽ പോലും മാറ്റിക്കൊടുക്കാത്ത ജഡ്ജിമാരും മറ്റ് ജുഡീഷ്യൽ ഓഫീസർമാരും ഉണ്ട് എന്നുള്ളത് അനുഭവത്തിൽ നിന്നും പലർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ എല്ലാ ജഡ്ജിമാരോടും പറയും, നിങ്ങൾ മാസാവസാനം ശമ്പളം മേടിക്കും. ഞാൻ ഈ തിരുവനന്തപുരം ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു 6 വർഷക്കാലം. ആ 6 വർഷക്കാലവും ബെഞ്ചും ബാറുമായി ഏറ്റവും നല്ല ബന്ധം കീപ്പ് ചെയ്ത ഒരാളെന്ന നിലയിൽ അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയും. നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല എന്നൊരു ജഡ്ജിയോട് പറയേണ്ടി വന്നാൽ അത് പറയും. അതൊരു അഭിഭാഷകന് വേണ്ടി അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ പറയുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു സംവിധാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ജഡ്ജിമാരൊക്കെ ഇപ്പം 3 വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ ആർക്കും ജുഡീഷ്യൽ ഓഫീസർ ആവുമല്ലോ, പരീക്ഷ എഴുതാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാതെ ഈ പരീക്ഷ എഴുതി പാസ്സായി ഒരു ജുഡീഷ്യൽ ഓഫീസറാകാൻ വേണ്ടി മാത്രം നടക്കുന്ന ചില പുസ്തകപ്പുഴുക്കളായ അഭിഭാഷകർ എൻറോൾ ചെയ്തതിന് ശേഷം അങ്ങനെ നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്ത ഒരു അഭിഭാഷകനോ ഒരു അഭിഭാഷകയ്ക്കോ മാത്രമേ പ്രാക്ടീസ് ചെയ്യുന്ന മറ്റൊരു അഭിഭാഷകൻ്റെയോ അഭിഭാഷകരെയോ വിഷമം അറിയാൻ കഴിയൂ എന്നുള്ളതാണ് നമ്മുടെ ഈ സംവിധാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഈ ഇരിക്കുന്ന അറിയാവുന്ന എല്ലാ അധ്യാപകരും അവരൊക്കെ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസിങ് ലോയറുടെ വിഷമം എന്താണെന്ന് അറിഞ്ഞ് കോളേജുകളിൽ പഠിപ്പിക്കാൻ പോയവരാണ്. അവരൊക്കെ ആ രീതിയിലാണ് ഇടപെടുന്നത്. അപ്പോൾ ഈ സംവിധാനത്തെ നമ്മുടെ ജുഡീഷ്യറി ആയാലും നമ്മുടെ നിയമ വിദ്യാഭ്യാസ രംഗമായാലും നിയമവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമ്മുടെ എല്ലാം വളരെ സജീവമായ ഇടപെടൽ ഉണ്ടാവണം. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ. ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ നേരിട്ട് നടത്തുന്ന ഒരു യഥാർത്ഥ ജനകീയ ഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ആ ജനാധിപത്യ സംവിധാനത്തിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിയുമോ ആ മേഖലകളിലെല്ലാം പ്രവർത്തിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശം നൽകുന്ന ഒരു രാജ്യത്ത് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നിയമ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമുക്കുള്ള അഭിപ്രായം തുറന്നു പറയുവാനും അത് എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുവാനും കഴിയുന്ന രീതിയിലുള്ള കോൺഫറൻസുകൾ നമ്മുടെ ലോ അക്കാഡമി ആണെങ്കിലും ലോ കോളേജ് ആണെങ്കിലും കേരളത്തിലെ മറ്റ് നിരവധി ലോ കോളേജുകളുണ്ട്. ആ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിലും ഇന്ത്യയിലെ നിരവധി ലോ കോളേജുകളുണ്ട്. അതൊക്കെ ആണെങ്കിലും അങ്ങനെ ചെയ്യണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭിപ്രായപ്പെടാനുള്ളത്. ഞാൻ ബാർ കൗൺസിൽ മെമ്പർ ആയതുകൊണ്ട് ഇന്ത്യയിലെ വിവിധ കോളേജുകൾ ഇപ്പം
അതില്ല, ഇപ്പോൾ റിട്ടയർഡ് ജഡ്ജിമാരെയാണ് വെച്ചിരിക്കുന്നത്. നിരവധി കോളേജുകളിൽ ഇൻസ്പെക്ഷന് പോയിട്ടുണ്ട്. ആ നിരവധി, ഞാൻ 22 വർഷമായി ബാർ കൗൺസിൽ മെമ്പറാണ്. അപ്പം നിരവധി കോളേജുകൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട്. ആ സംസ്ഥാനങ്ങളിലെ കോളേജുകളൊക്കെ ഇൻസ്പെക്ഷന് പോകുമ്പം, ഇപ്പോൾ എനിക്കറിയാം, ഞാനൊരു 20 വർഷം മുമ്പൊക്കെ പോയിരിക്കുന്ന, ആദ്യം ബാർ കൗൺസിലായി മെമ്പറായി പോയിരിക്കുന്ന ബാംഗ്ലൂരിലെ ചില കോളേജുകൾ, നമ്മൾ ഇൻസ്പെക്ഷന് ചെല്ലുന്നു എന്നുള്ളത് കൊണ്ട് ഒരു 2 ബെഞ്ചും പിടിച്ചിട്ട് 2 കസേരയും പിടിച്ചിട്ട് ഉള്ള രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടാണ് ആ കോളേജുകൾ കാണിക്കുന്നത്. ഏതെങ്കിലും ഒരു അഭിഭാഷകൻ്റെ ഓഫീസിൽ പോയി കുറേ KLTയും കുറേ KLJയും കുറേ AIR ഒക്കെ എടുത്തുകൊണ്ടെന്ന് വെച്ച് ലൈബ്രറിയായി കാണിക്കും. അപ്പോൾ ഈ കാണിക്കുന്ന കോളേജ് അധികൃതരുടെ ധാരണ എന്തുവാ? ചെല്ലുന്ന ആളിനത് KLT എന്താണ്, KLJ എന്താണ്, AIR എന്താണെന്ന് അറിയില്ലെന്നുള്ളതാണ്. പ്രാക്ടീസിങ് ലോയേഴ്സായ നമ്മളെപ്പോലുള്ള ആളുകളാണ് ചെല്ലുന്നത്. അത് ഈ കേരളത്തിൽ തന്നെയുള്ള ഒരു കോളേജിൽ അങ്ങനെ വെച്ചു. പക്ഷെ ഞാനതിൻ്റെ ആളിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ എന്തായാലും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, നിങ്ങൾക്ക് റെക്കഗ്നേഷൻ തരണമെന്ന് ഞാൻ എഴുതാം, പക്ഷേ ഈ പണി എൻ്റെ അടുത്ത് കാണിക്കരുത്. അടുത്ത വക്കീൽ ഓഫീസുകളിൽ പോയി ഈ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട്, നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു കോളേജാണ്, അതുകൊണ്ട് ഈ പണി കാണിക്കരുത്, അടുത്ത പ്രാവശ്യം ആവർത്തിക്കരുതെന്ന് അതിൻ്റെ ആളിനെ വിളിച്ച് പറയും. അപ്പോൾ അങ്ങനെയാണ് ഓരോ കോളേജുകൾ. പക്ഷേ ഇപ്പോൾ അതാണോ? ഇപ്പോൾ ഈ കേരളത്തിലെ ലോ കോളേജുകൾ നോക്കണം. ഇപ്പോൾ ഇൻസ്പെക്ഷന് പോകുന്ന കോളേജുകളിൽ സത്യത്തിൽ അവിടുത്തെയൊക്കെ ലൈബ്രറിയൊക്കെ കണ്ടാൽ അത് ലക്ഷക്കണക്കിന് രൂപയുടെ ബുക്കുകളല്ലേ അവിടെ ഇരിക്കുന്നത്. ആ ലക്ഷക്കണക്കിന് രൂപയുടെ ബുക്കുകളെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള, അല്ലെ നിയമ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നിരവധി ബുക്കുകൾ, പിന്നെ പഠിപ്പിക്കാനുള്ള ക്ലാസ്സുകൾ, അതിൻ്റെ ഫാക്കൽറ്റി, ഇതെല്ലാം ഇപ്പം വളരെ നിരവധിയാണ്. ഈ ഫാക്കൽറ്റിയൊക്കെ നിലനിർത്താനുള്ള വരുമാനമൊക്കെ കോളേജുകൾക്കുണ്ടോ എന്നുള്ളതൊക്കെ കോളേജിൻ്റെ ആന്തരികമായ ഇതിലേക്ക് പോകുമ്പോഴേ അതറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യയിലെ വിവിധ കോളേജുകൾ, ലോ കോളേജുകൾ ഉണ്ടാകുന്നത്. ഇപ്പം ഏറ്റവും നല്ല വിദ്യാഭ്യാസ നിലവാരമുള്ള ഒരു സംവിധാനം, ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ നിയമ വിദ്യാഭ്യാസമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പം തിരുവനന്തപുരത്തെ തന്നെ കോളേജുകൾ നോക്കണം. തിരുവനന്തപുരത്തെ ലോ കോളേജുകളെല്ലാം ഏറ്റവും നല്ല ഫാക്കൽറ്റി, മത്സരമാണ് ഇവിടെ, അല്ലേ? ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തെ പല കോളേജുകളും തമ്മിൽ മത്സരമാണ്. എവിടെയാണ് പഠിക്കേണ്ടത്? ഈ അഡ്മിഷൻ ആകുന്ന സമയത്താണ് നമുക്കറിയാവുന്നത്. അഡ്മിഷൻ ആകുന്ന സമയത്ത് എനിക്കൊരു അഡ്മിഷൻ ഇന്ന കോളേജിൽ വേണം എന്ന് പറഞ്ഞു വരുമ്പം ആ കോളേജിൻ്റെ അധികാരിയോട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വയ്ക്കും. ഞാനിപ്പോൾ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു കോളേജിൻ്റെ അധികാരി പിന്നെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു 4-5 അഡ്മിഷൻ ഉണ്ടെന്ന് വെച്ചാൽ ശരിയാക്കിയേക്കണം, വേറെ പറയാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഒരു പ്രശ്നമില്ല സാറ് പറഞ്ഞാൽ മതി, നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയാണ്, അങ്ങനെ മത്സരമാണ് ഇന്ന കോളേജിൽ പഠിക്കണം എന്നുള്ളത്. അത് ഇന്ത്യയിലെ എല്ലാ കോളേജുകളിലും ഉണ്ട്. ഇപ്പം ഞാൻ ഈ ഹൈക്കോടതിയിലായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഹൈക്കോടതിയിൽ അഭിഭാഷകർ വെളി കോളേജിൽ പഠിച്ചത് മംഗലാപുരത്തുള്ള SDM കോളേജ് എന്ന് പറയുന്നത്. ആ കോളേജിലെ എനിക്കറിയില്ല, ഞാനത് പറയാൻ കാരണം, പേരെടുത്ത് പറയാനുള്ള കാരണം, വരുന്ന ഏതൊരു അഭിഭാഷകനും പറയുന്നത് മംഗലാപുരത്ത് പഠിച്ചാണ്, ഞങ്ങളുടെ കോളേജിൻ്റെ ഗെറ്റ് ടുഗദറുണ്ട്, ഓരോരോ ക്ലാസ്സിൻ്റെ ഗെറ്റ് ടുഗദറുണ്ട്, ഇന്ന ദിവസമുണ്ട്, അതിലൊരു ചീഫ് ഗസ്റ്റായി ഒരു ദിവസം വരണം എന്ന് പറഞ്ഞ് പലരും വിളിക്കാറുണ്ട്, ചെല്ലാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേരളത്തിലെ ലോ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാതെ വരുന്ന ഒരു കാലഘട്ടത്തിൽ വെളിയിലെ ലോ കോളേജുകളിൽ പോയി പഠിച്ച് അവിടുന്ന് അഭിഭാഷകരായി എൻറോൾ ചെയ്തു വരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ കേരളത്തിൽ ആവശ്യമുള്ള ലോ കോളേജുകളായി 33-34 ഉണ്ടല്ലേ അല്ലേ? വെറും 3 ലോ കോളേജുകൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും ലോ കോളേജുകൾ കേരളത്തിലുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ, നിയമ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വളർച്ചയാണ് കാണിക്കുന്നത്. നിയമം പഠിക്കണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ആളുകളുടെ ഒരു വളർച്ച. അപ്പോൾ അതാണ് ഞാൻ മറ്റൊരു വിഷയങ്ങളിലേക്കും കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അക്കാഡമിക്കായി എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞാൽ എനിക്ക് പരിചയമില്ലാത്തൊരു മേഖലയാണ്. പോയിരുന്ന് കേട്ടിട്ടുള്ളതല്ലാതെ വല്ലപ്പോഴും ക്ലാസ്സുകളിൽ പോയിരുന്ന് കേട്ടു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ വന്ന് സമരം നടത്തുകയാണല്ലോ കോളേജ് പഠിക്കും. അപ്പോൾ അങ്ങനെ അതേ ഉള്ളൂ നമുക്ക്, അല്ലാതെ വേറെ ഒരു പരിചയമില്ല, പഠിപ്പിച്ചുള്ള പരിചയമില്ല. അതൊരു വലിയ എന്തെങ്കിലും പറയാൻ പോയാൽ നമ്മുടെ ഇവിടെ ഈ പോലീസുകാർക്ക് ക്ലാസ് എടുക്കുന്ന ഒരു സംഭവം PTC അല്ല മറ്റേ, അപ്പോൾ അവിടെ എന്നും വിളിക്കും. അഡ്വക്കേറ്റ് ജനറലായിട്ട് ഒരു ദിവസം പറഞ്ഞു, ഞാൻ വരില്ല, കാരണം ഞാൻ പറയുന്നതിനേക്കാൾ അറിയാവുന്ന ആളുകളാണ് കേട്ടിരിക്കുന്നത്. തിരിച്ചെന്നോട് വല്ലതും ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല, അതുകൊണ്ട് ഉത്തരം പറയാൻ കഴിയും. ഞാൻ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും ഒരു അധ്യാപകനായി വരില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന പണി മറ്റൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും അങ്ങനെയുള്ള ആളുകളായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ള ആളുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, പരിചയമുള്ള മുഖങ്ങൾ കാണുമ്പോൾ അങ്ങനെയുള്ള ആളുകളാണ്.
അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെയൊന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയത് തന്നെ വലിയൊരു സന്തോഷമായി കാണുന്നു. ഞാൻ പറഞ്ഞില്ലേ, കൃഷ്ണകുമാർ 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞാൽ കൃഷ്ണകുമാർ വിളിച്ചാൽ വരാതിരിക്കാൻ കഴിയില്ല. ഇന്ന് ശനിയാഴ്ച ഉണ്ടല്ലോ, രാവിലെ ഒന്ന് വരണം. ഇന്നലെ എന്നോട് പറഞ്ഞത്, വൈകുന്നേരം പറഞ്ഞത് സാറിൻ്റെ സമയം മതി, വൈകുന്നേരം 5 മണിക്ക് മതി എന്നാണ് പറഞ്ഞത്. ഇന്ന് രാവിലെയാണ് ഇവർ രണ്ടുപേരും കൂടിയിരുന്ന് വിളിച്ചു. അദ്ദേഹവും ഇവിടെ ഒരാളിരിക്കുന്നത്, അദ്ദേഹവും കൂടെ കൂടിയാണ് വിളിച്ചത്. അങ്ങനെ വരണമെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും വളരെ സന്തോഷത്തോടെ വന്നു. ചോദിച്ചപ്പം എൻ്റെ കോളേജാണ് ഈ ലോ അക്കാഡമി എന്ന് പറയുന്നത്, കേരള ലോ അക്കാഡമി ലോ കോളേജ് എന്ന് പറയുന്നത്. സത്യത്തിൽ ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു കാര്യം ഇവിടെ ആവർത്തിക്കുക. ഈ കേരള ലോ അക്കാഡമി ലോ കോളേജ് എന്ന ഒരു കോളേജ് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നിവിടെ അഭിഭാഷകനായി നിന്ന് സംസാരിക്കില്ലായിരുന്നു. ഒരിക്കലും ഞാൻ എൻ്റെ അഭിഭാഷകനാകില്ലായിരുന്നു. അതെൻ്റെ കോളേജാണ്. അപ്പോൾ ആ കോളേജ് കൂടി ഒരു നേതൃത്വം കൊടുക്കുന്ന പരിപാടിയാണ് എന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. അപ്പോൾ തീർച്ചയായും ഞാൻ വരും എന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും എന്നെ ഇവിടെ ക്ഷണിച്ച് കൃഷ്ണകുമാറിനുള്ള നന്ദി, ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി എല്ലാം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇവിടെ എല്ലാവർക്കും ഒരു നല്ല 2 ദിവസത്തെ പരിപാടിയല്ലേ, നല്ല ഒരു അക്കാഡമിക്കായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയുന്ന ഒരു കോൺഫറൻസ് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your valuable words.